നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC അടുത്തിടെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. മെയിൻ ആയിട്ടും 10th പ്രിലിംസ് പരീക്ഷ അടുത്ത മാസം എഴുതാൻ പോകുന്ന ആൾക്കാര് ഈ ഒരു ചോദ്യ പേപ്പർ എന്തായാലും പഠിച്ചിട്ട് പോക്കോ. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം വർഷം ഏതാണ്? 1920 ഓഗസ്റ്റ് മാസം 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം പുലർച്ചെ ഒരു പ്രമുഖ ദേശീയ നേതാവ് അന്തരിച്ചിരുന്നു. ആരാണ് അദ്ദേഹം? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സി വിജയരാഘവാചാര്യർ. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഇത് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. ഇപ്പൊ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ ഏതൊക്കെ? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിത കാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഈ 4 കാര്യങ്ങളാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ. ഏതൊക്കെയാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ക്ലിയർ? അടുത്ത ചോദ്യം, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് പൂന സന്ധി അഥവാ പൂന ഉടമ്പടി? കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ പൂന സന്ധിയാണ്. ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിച്ചത് പൂന ഉടമ്പടിയോടെ. പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അംബേദ്കറും ഗാന്ധിജിയുടെ പ്രതിനിധിയായ മദൻ മോഹൻ മാളവ്യയുമാണ്. വർഷമേത 1932 സെപ്റ്റംബർ മാസം 24. 1932 സെപ്റ്റംബർ മാസം 24 പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കുറച്ച് ഫാക്ട്സ് പറയാവേ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ്? ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ ആണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ KB മേനോൻ ആണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ ആരൊക്കെയാ? K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ, MP നാരായണ മേനോൻ എന്നിവരെയാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് PSCയുടെ ഉത്തരം 1942 ഓഗസ്റ്റ് മാസം 8. ഓഗസ്റ്റ് 8. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ലില്ലിത് ഗോ പ്രഭു ആണ്. ലില്ലിത് ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും ഇദ്ദേഹം തന്നെ. ആരാണ് അദ്ദേഹം? മൗലാന അബുൾ കലാം ആസാദ്. മൗലാന അബുൾ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനം ഏതാണെന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയത്.
റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? ജയപ്രകാശ് നാരായണൻ. ഓർക്കുക. ഇനി 2022 അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് ഏത് സ്ഥലങ്ങളിലാണ്? ബല്ലിയയിലാണ് സമാന്തര സർക്കാർ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം. ഈ 10th പ്രിലിംസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലുണ്ട്. ഡിസംബർ വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കോഴ്സിനെ 499 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. കൂടാതെ ഒരുപാട് പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ബാച്ച് ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. LDC ലോങ് ടേം ബാച്ച്, ബെഫ്കോ LD, VFA, കമ്പനി LGS, അതുപോലെ CPO, WCPO, ഫയർമാൻ, ഫയർവുമൺ, ഇങ്ങനെ ഒരുപാട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം റാഷ് ബിഹാരി ബോസ് ആർക്കാണ് കൈമാറിയത്? സുഭാഷ് ചന്ദ്രബോസിനാണ് കൈമാറിയത്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഓർക്കുക. ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്തത്. ഝാൻസി റാണി റെജിമെന്റ് എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ 3 തന്നിട്ടുണ്ട്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൗലിക കടമകളാണ്. മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടപ്പിലാക്കിയത്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. മഹാത്മാ അയ്യങ്കാളിയാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം ഏത്? ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത്. എന്താണ് ബന്ധു ക്ലിനിക്ക്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. ഓർക്കുക. അടുത്ത ചോദ്യം, സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രമേത? മാതൃഭൂമി. മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ് സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാ? 26 ജനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? സർദാർ പട്ടേലാണ്. സർദാർ പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ, അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാര? സഞ്ജയ് മൽഹോത്ര. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗതാഗതമാണ്. ഗതാഗതം. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് പശ്ചിമഘട്ടം. ആനമല, ഏലമല, പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 ആണ്. 742. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ് ഭാഷ. തമിഴ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏത്? പെടാത്തത് സഹകരണ ബാങ്കാണ്. സഹകരണ ബാങ്ക്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ്. വി അബ്ദുറഹ്മാൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിനാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ദ്രൗപദി മുർമു. മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നതാണ് പുതിയ SCERT കൊടുത്തിരിക്കുന്നത്. പഴയ SCERT ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാ? ഗോദാവരി. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത പരുത്തി മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുമ്പം ഈ ഭാഗം എന്താണ്? അറബിക്കടലാണ്. അറബിക്കടൽ. ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഏത്? ആരവല്ലി നിരകളാണ്. ആരവല്ലി നിരകൾ. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തര മഹാസമതലമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. പ്രധാനപ്പെട്ട ഖാരിഫ് വിള. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാ? പാമ്പാർ ആണ്. പാമ്പാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായലാണ് എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏത്? പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാ? വിനോദ നികുതിയാണ്. വിനോദ നികുതി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിൽ? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഇടനാടാണ്. ഇടനാട്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാ? ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവ് ആരാണ്? ഷാജി N കരുണാണ്. ഷാജി N കരുൺ. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏതു തുറമുഖം? വിഴിഞ്ഞം തുറമുഖമാണ്. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരാണ് ഡയഫ്രം. ഡയഫ്രം. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത് മുളക്. മുളകിന്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഉജ്വല.
മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ പറഞ്ഞത് മസനോബു ഫുക്കുവോക്കെയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20.9%. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ സി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ രചിച്ചത് കല്ലേൻ പൊക്കുടനാണ്. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 8. താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ക്രയോലൈറ്റ് ആണ്. ക്രയോലൈറ്റ്. ഒരു കലോറി എത്ര ജൂൾ ആണ്? ഒരു കലോറി എന്നാൽ 4.2 ജൂൾ. പാമ്പ് ഇരപിടിക്കാൻ ഏതിലൂടെയുള്ള ശബ്ദപ്രേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്? തറയിലൂടെയുള്ള ശബ്ദപ്രേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് വീനസ് ഓർബിറ്റർ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗത്ത് നൊബേൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ഹാങ് കാങ് ആണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? BCG വാക്സിൻ ആണ്. BCG വാക്സിൻ. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? മലേറിയ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയ്ക്കാണ് ലഭിച്ചത്. ചൈന. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് കേരളമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് എല്ലാം നിങ്ങൾ നോക്കിയിരിക്കാം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതുക്കിയ പേരെന്താ? തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ക്ലോഡ് ഗിറാഡറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾ നോക്കിയിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഇനിയും ക്ലാസ്സുകൾ വരും. കമ്പനി LGSന് വേണ്ടിയിട്ടും ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്തിട്ട് പോവാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.